എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോറ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉച്ചയ്ക്കത്തെ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണിത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ക്രിസ്പി ആയിട്ടോ സോഫ്റ്റ് ആയിട്ടോ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ 1 കപ്പ് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 280 മില്ലി അളവാണ്. ചോറൊട്ടും വെള്ളം ചേർക്കാതെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചോറരയ്ക്കുമ്പം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വടയുണ്ടാക്കുമ്പോൾ അരിപ്പൊടി കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവോള ചെറുതായിട്ട് മുറിച്ചെടുത്തത്, കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തത്, പച്ചമുളക് എടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചതും കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചോറ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. കൂട്ടിവിടെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരും എടുത്തിരിക്കുന്ന ചോറിൻ്റെ വ്യത്യാസം അനുസരിച്ച് പൊടിയിൽ കുറേശ്ശെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം. അരിപ്പൊടി ചേർക്കുമ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ വട വല്ലാതെ സോഫ്റ്റായി പോകാനോ എണ്ണ കയറി പോകാനോ ഉള്ള ഒരു സാധ്യതയുണ്ട്. അരിപ്പൊടി കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ട് കിട്ടും. ർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. വട ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ. ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലോ വാഴയിലയുടെ മുകളിലോ ഇതുപോലെ നേരത്തെ തന്നെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്നുണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. വടയിലേക്ക് ചേർത്തിരിക്കുന്ന ഉള്ളി ബ്രൗൺ കളറാകുമ്പോൾ വട റെഡിയായെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.